ഹലോ ഗൈസ്, സമയം 5 മണി. ഇങ്ങോട്ടാമത്തെ പോകുന്നത് നമ്മൾ മണാലിക്ക് പോകും. അവിടെ തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 6 കൊല്ലത്തെ പ്ലാനിങ് ആണ് നിറവേറാൻ പോകുന്നത്, നടക്കാൻ പോകുന്നത്. We are so excited for that. ഇൻഷാല്ലാ പോയി എത്തുമെന്ന് വിചാരിക്കുക. ടീമിൻ്റെ കൂടിയാണ് പോയത് ഗൈസ്. ഒരു 10-13 ആൾക്കാരുണ്ട്. എല്ലാവരും ബസ് കയറാൻ പേരാമ്പ്രക്ക് പോയാണ്. ഞങ്ങൾ രണ്ടുപേരും നടക്കുകയാണ്. ഇപ്പോൾ മുന്നേ വരുന്നുണ്ട്. അപ്പോൾ എന്താക്കുക, ഇൻഷാല്ലാ നമ്മളെ കൂട്ടാൻ ഒരു വണ്ടി വരുന്നു. ദ്വാരക്ക എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്ക. ഓക്കെ, നമ്മളെ കൂട്ടാതെ വണ്ടി, നമ്മളെ കൂട്ടാറ് ഷാഫി വരുന്നുണ്ട്. ഷാഫി ഒരു ഹായ് പറ, ഒരു ഹായ് പറ, ഒരു ഹായ് പറ. കാണട്ടെ, ഹായ് പറ. നമ്മളെവിടെ പോതാപ്പിയ അതാണ് മൈൻഡ് അല്ലേ? അതുപോലെ ഇന്നും നമ്മൾ പേരാമ്പ്ര സ്റ്റാൻഡിലാണ്. ഹായ് പറ. ശിവലിക്ക് കുട്ടമ്പത്ത്. അങ്ങനെ നമ്മള് നടന്നുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. 8ാം ക്ലാസ് സംഘം തുടങ്ങിയത്. ഇപ്പൊ 3ാം ക്ലാസ് ഒക്കെ ആയി. 3 ഓട്ടോറിക്ഷ വിളിക്കേണ്ട അടുത്ത് ഒരു ഓട്ടോറിക്ഷ വിളിക്കാണ്ട് നടന്നു പോന്ന്. സേവിങ്സ് എത്ര? 250. മൊത്തം എത്ര വെള്ളം കൊണ്ടുവന്നിക്ക്? ഞാൻ 2 ലിറ്റർ വെള്ളം ഞാൻ തന്നെ. ഡൽഹിയിൽ എത്തുന്നവരെ ഒരാളും സർക്കാരിന്റെ വെള്ളം കുടിക്കുന്നില്ല. സ്വന്തമായിട്ട് വെള്ളം കൊണ്ടുവന്നാണ്, സ്വന്തമായിട്ട് വെള്ളം കുടിക്കും, സ്വന്തമായിട്ട് 2 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുക. അത് ഞങ്ങളെ ലക്ഷ്യം. ബാക്കി വീഡിയോ ഓം ഇങ്ങനത്തെ ഒരു മിഠായി തെരുവ് ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? ആരാരും ഇല്ലാത്ത ഒരു വൈബ് എനർജി ഉണ്ട്. പോസിറ്റീവ് വൈബ് എനർജിയുള്ള ഇതാണ്. സംഭവം ഇതൊന്നുമല്ല. ഒറ്റ മൈൻഡ് കഴിഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾക്ക് എന്താക്കി, ഞാനിങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ഒറ്റ മൈൻഡ് ഞാൻ എന്താക്കി, പോക്ക് ജനറൽ ഇതാ 4400 ചെങ്ങായി പറഞ്ഞ് ഓനിക്ക് എന്താ ക്യാഷ് പുഷ്പം പോലെ എറിഞ്ഞു കൊടുത്ത് വാങ്ങിച്ചാണ് ഈ സാധനം. ഇല്ലെങ്കിൽ വിഷയ രാവിലെ തന്നെ ഒരു കോഫി കുടിച്ച് നമ്മൾ ആരംഭം. കോഫിയും കുടിച്ച് ഈ കോഫി കുടിക്കുന്നതിന് ട്രിക്ക് എന്താ? കോഫി കുടിക്കാൻ ട്രിക്ക് ഉണ്ട്. കാരണം 42 മണിക്കൂർ നമ്മൾ ട്രെയിനിലാണ്. ട്രിക്ക് അറിയാൻ വേണ്ടി ലൈക്ക് അടിക്കണേ, ഷെയർ അടിക്കണേ. ജനറൽ ആയതുകൊണ്ട് എന്താണ് പ്രത്യേകിച്ച് കോഫി എല്ലാവരും കോഫി കുടിക്കുന്നത് കുറച്ച് നല്ലതാണ്. മത്തായിന്ന് സുന്ദരനായിക്കില്ലേ? മുടിയെല്ലാം വെട്ടിന്ന് ഫേഷ്യലൊന്നും ചെയ്ത് അങ്ങനെ എല്ലാവരും വന്ന് പിന്നെ ഒരു അക്കിടി പറ്റി ടിക്കറ്റ് മാറിയെടുത്ത് ഫസ്റ്റിൽ എത്ര 500 പോയില്ലേ? 500 രൂപ 200 ലാഭിച്ചാലും ഒരു 500 പോയി. ഞമ്മക്ക് എന്തില്ല ഒരു പ്രശ്നമുള്ള കാര്യമാണ്. ഇഷ്ട മൈൻഡല്ല. മത്തായി ചെരിഞ്ഞു. അപ്പോ നമ്മളിടത്തി ഏതോ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വരാത്ത എന്നോട്
എന്താ പറയാനുള്ളത്? ജനറൽ യാത്ര അവിടെ പറ്റി ആ കുഞ്ഞ് നേരത്തെ ഭയങ്കര കരച്ചിൽ. ഓരോ അമ്മ ഒരു സൈഡ് സീറ്റ് കൊടുക്കണത്. കുഞ്ഞ് അങ്ങനെ മണാലിയിലേക്കുള്ള രണ്ടാമത്തെ ദിവസം. എവിടെത്തിയുമ്പോ സൂറത്ത്. ചായണോ മറന്നാലും വായി തരൂല. ഇയാളൊന്ന് സൂക്ഷിച്ചോ, ഇയാള് വെറും മുടക്കാം. അതാ വടാപ്പാ സബ്ജി പൂരി വടേ കാപ്പി ഭയങ്കര അടിയാതെ ബ്രെഡ് കിട്ടി കാണാത്ത്. തെരും കാപ്പിയെ ചെപ്പ് സൗദ ഇത് കൂടുതല്. ആ അച്ചിപ്പല്ലേ. അങ്ങനെ ബാത്റൂം തേടിയുള്ള യാത്രയിൽ അച്ചിപ്പല്ലേ എടാ സാലി എടാ നവാഫല്ലേ എടാ. അങ്ങനെ വലിയ വലിയ ആൾക്കാരായി. യാസീൻ എ സിയിൽ 200 കൊടുത്ത് ടിക്കറ്റ് എടുത്ത് എല്ലാവരും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി മിച്ചർ തന്ന് സഹായിച്ച സാലി വട്ടച്ചറ. സൈഡിൽ മിച്ചർ മാത്രം പറയാനുള്ളത് എസിയിലേക്ക് എടുക്കൂലേ പൈസക്കാരങ്ങനെയല്ലോ. ആ കയ്യില് അച്ചാർ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ പരിപാടി. नाम बोलो आपका नाम बोलो. अन्नू आपका नाम बोलो. क्या काप्या. नाम आयुष. मेरा फ्रेंड है. ഗൈസ് അങ്ങനെ നമ്മൾ നിസാമുദ്ദീൻ എത്തി. ഇപ്പം എല്ലാവരും കീഴണം ഒരുക്കത്തിലാണ്. മേരാ കാബ്യായ ബൈ ബോലോ. ബൈ. ഇനിയിപ്പോ റൂമിലേക്ക് പോണം. ഫുൾ സെറ്റാണ്. പത്തായി എന്താ പത്തായി ഒരു സുഖമില്ലാത്ത ഫുഡ് കഴിക്കാല്ലേ നമുക്ക്. 42 മണിക്കൂറിനൊടുവിൽ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ ഡെസ്റ്റിനേഷൻ ഹസ്രത്ത് നിജാമുദ്ദീൻ. തണുപ്പില്ല, ഇവിടെ തന്നെ തണുപ്പും കിട്ടിയ ഒരു സുഖം. ഇപ്പൊ നേരെ നമുക്ക് റൂം സെറ്റ് ചെയ്യുന്ന മത്തായി അല്ല എല്ലാവിധ ഇതും കൊടുക്കുന്നത് മുത്താർ നാളെ എത്തും നമ്മൾ വിചാരിക്കാം. മുത്താറിന്റെ കയ്യിലാണ് പറഞ്ഞത്. INUC അങ്ങനത്തെ ഏറ്റവും മെയിൻ ആണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്നും റൂമിലേക്കുള്ള യാത്രയിലാണ്. 1000 പറഞ്ഞിരുന്നു. എത്ര കുറപ്പിച്ച് നമ്മള് 400 റുപ്യ കുറപ്പിച്ച്. അല്ല 700 കൊടുക്കണം. 300 കുറപ്പിച്ച്. നമ്മളെ ബൈ പ്രൊഫഷണൽ ഡ്രൈവറെ ഡൽഹിയിൽ അവസാനം എത്തി. ചത്തുപോയി. റൂമിൽ എത്താനായി.
റസീന റൂം റെഡി ചെയ്തിട്ടുണ്ട്. റസീന ചാപ്പിനെ നോക്ക്, ചാപ്പിനെ കണ്ട വലിയ വേഗം ചാപ്പി എടുത്ത് വന്ന്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. എന്താ പറയാനുള്ള, മറ്റേ കുട്ടികളൊക്കെ വേറെ റൂമിലാണ്. ഇനി അടുത്ത വീഡിയോ ബൈ ബൈ.